FCRA ബില്ലിലെ വിവാദ വ്യവസ്ഥകളിൽ ആശങ്കയറിയിച്ച CBCI കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായ്ക്ക് നിവേദനം നൽകി. ബില്ലിനെക്കുറിച്ച് ഇനി ചർച്ചകളില്ലെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കിയ പശ്ചാത്തലത്തിലാണ് സഭയുടെ നിർണായക ഇടപെടൽ. എന്നാൽ സഭയുമായി കേന്ദ്രം യാതൊരു ചർച്ചയും നടത്തിയിട്ടില്ലെന്നും കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന തെറ്റാണെന്നും CBCI ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ മാത്യു കോയിക്കൽ പ്രതികരിച്ചു. വിദേശ പണത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുക മാത്രമാണ് ബില്ലിന്റെ ലക്ഷ്യമെന്നും ചർച്ചകൾ പൂർത്തിയായെന്നുമായിരുന്നു കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ പ്രതികരണം. The proposed FCRA amendment bill is only to regulate the flow of foreign funding to India, to check the misuse of any funds for illegal activities in the national interest, because there are certain money which illegally comes and used against national security. So for national interest, for national security, there is a proposed legislation. It is only amendment to regulate the flow of the funds. എന്നാൽ സഭയുമായി ചർച്ച നടത്തിയെന്ന മന്ത്രിയുടെ അവകാശവാദം വസ്തുതാവിരുദ്ധമാണെന്ന് CBCI നേതൃത്വം കുറ്റപ്പെടുത്തി. ഇന്നുവരെ ഗവൺമെൻറ്റിൻ്റെ പക്ഷത്തുനിന്ന് CBCI ആയിട്ടോ അല്ല ക്രൈസ്തവ സംഘടനകളായിട്ട് ഇതുവരെ ഒരു ഡിസ്കഷനോ ഒരു അഭിപ്രായ പ്രകടനങ്ങളോ നടത്തിയിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇതുവരെ CBCI അനുബന്ധ പ്രസ്ഥാനങ്ങളായിട്ടോ ഒരു സന്നദ്ധ സംഘടനകളായിട്ടോ ഇവർ സംസാരിച്ചതായിട്ട് നമുക്കറിഞ്ഞുകൂടാ. കടുത്ത വ്യവസ്ഥകൾ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടാണ് സഭ ആഭ്യന്തരമന്ത്രി അമിത് ഷാക്ക് നിവേദനം സമർപ്പിച്ചത്. ആസ്തികൾ കണ്ടുകെട്ടുന്നത് പോലുള്ള നടപടികൾ ഒഴിവാക്കണമെന്നും സ്വതന്ത്രമായ ഒരു അപ്പീൽ അതോറിറ്റി രൂപീകരിക്കണമെന്നുമാണ് നിവേദനത്തിലെ പ്രധാന ആവശ്യം. ജീവകാരുണ്യ, വിദ്യാഭ്യാസ, മതസ്ഥാപനങ്ങളുടെ സ്വയംഭരണാവകാശം സംരക്ഷിക്കണം എന്ന ആവശ്യവും മുന്നോട്ട് വച്ചിട്ടുണ്ട്. നാളെ FCRA ഭേദഗതി ബിൽ പാർലമെന്റ് ചർച്ച ചെയ്യാനിരിക്കെ വിഷയത്തിൽ ശക്തമായ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് മുഴുവൻ ലോക്സഭാ, രാജ്യസഭാ അംഗങ്ങൾക്കും CBCI നിവേദനം നൽകിയിട്ടുണ്ട്. ബില്ല് പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടണമെന്നാണ് സഭയുടെ ആവശ്യം. കൈരളി ന്യൂസ്, ദില്ലി.